വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ നിർമ്മാണ മേഖലയിൽ തീരത്തിനും പ്രദേശത്തെ ജനജീവിതത്തിനുമുണ്ടാകുന്ന ആഘാതങ്ങൾ പഠിക്കാനും പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിക്കാനും സർക്കാർ രൂപീകരിച്ച വിദഗ്ധ സമിതി ഇനിയും റിപ്പോർട്ട് നൽകിയില്ല. 4 മാസത്തിനകം ഇടക്കാല റിപ്പോർട്ടും 6 മാസത്തിനകം അന്തിമ റിപ്പോർട്ടും നൽകുമെന്ന ഉത്തരവാണ് ജലരേഖയായത്. സമിതിക്ക് ഇതുവരെ ഓഫീസുമായിട്ടില്ല. 2022 ഒക്ടോബർ 10 സർക്കാർ ഉത്തരവിന്റെയും ഡിസംബർ 16 ഫിഷറീസ് ആൻഡ് പോർട്ട് വകുപ്പ് സെക്രട്ടറി വിളിച്ചു ചേർത്ത യോഗത്തിന്റെയും അടിസ്ഥാനത്തിൽ 2023 ജനുവരി 7 വിദഗ്ധ സമിതിയെ നിയമിച്ചത്. ഗവർണറുടെ അംഗീകാരത്തോടെ സമിതിയുടെ ചുമതലകൾ വ്യക്തമാക്കി അന്നുതന്നെ സർക്കാർ ഉത്തരവിറക്കിയതുമാണ്. വിഴിഞ്ഞം പദ്ധതിയുടെ നിർമ്മാണ മേഖലകളിലെ തീരശോഷണം, സമീപവാസികൾക്കുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, മത്സ്യബന്ധന മേഖല നേരിടാവുന്ന ബുദ്ധിമുട്ടുകൾ തുടങ്ങിയ വിഷയങ്ങൾ പഠിക്കുകയും അവലോകനം ചെയ്യുകയും സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുകയുമാണ് സമിതിയുടെ ലക്ഷ്യം. ഇതുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികളുടെയും മത്സ്യത്തൊഴിലാളികളുടെയും പ്രതിനിധികളുമായി സമിതി ആശയവിനിമയം നടത്താനും ഉത്തരവിൽ നിർദ്ദേശിച്ചിരുന്നു. ജനുവരി 20 മാർച്ച് 9 സമിതിയുടെ 2 യോഗങ്ങളാണ് ഇതുവരെ നടന്നത്. പ്രദേശവാസികളുമായി മെയ് 24 സമിതി അംഗങ്ങളുടെ കൂടിക്കാഴ്ചയും ഉണ്ടായിരുന്നു. എന്നാൽ സമിതിയുടെ പഠനവുമായി ബന്ധപ്പെട്ട് ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചില്ലെന്ന് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് കൊച്ചിയിലെ അഡ്വക്കേറ്റ് ഷെറി ജെ തോമസിന് വിവരാവകാശ നിയമപ്രകാരം നൽകിയ മറുപടിയിൽ വ്യക്തമാക്കി. സർക്കാർ ഉത്തരവ് പ്രകാരം ഏപ്രിലിന് മുമ്പ് ഇടക്കാല റിപ്പോർട്ടും ജൂണിൽ അന്തിമ റിപ്പോർട്ടും സമർപ്പിക്കേണ്ടതായിരുന്നു. VISL ആസ്ഥാനത്ത് വിദഗ്ധ സമിതിക്ക് ഓഫീസ് സംവിധാനം ഒരുക്കണമെന്ന് സർക്കാർ നിർദ്ദേശമുണ്ടായിരുന്നെങ്കിലും അതും ഉണ്ടായില്ല. വിഴിഞ്ഞത്ത് പ്രദേശവാസികളുടെ നീണ്ടനാളത്തെ സമരങ്ങൾക്കൊടുവിലാണ് തുറമുഖ പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ വിദഗ്ധ സമിതിയെ നിയോഗിച്ചത്. ഷിഗേന ന്യൂസ്, കൊച്ചി.